എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ അറിവുകളല്ലേ പറയുന്നത്. ഇതും അറിവ് തന്നെയാണ്, എങ്കിലും കൂടിയിട്ട് ഇതൊരു വെറൈറ്റി ആവുന്നുള്ളത് വിചാരിച്ചു. കാരണം പനിയൊക്കെ മാറി, പിന്നെ ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുള്ളൂ. അപ്പോൾ എന്താണ് നമുക്ക് വെറൈറ്റി എന്നുള്ളത് നോക്കാം. കാരണം ഇന്ന് കാലത്ത് വിചാരിച്ചു എന്താണ് ഇനി കറി ഉണ്ടാക്കുക എന്നുള്ളത് വിചാരിച്ചപ്പോൾ എന്തായാലും ഒരു വെജിറ്റബിൾ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പാലക്ക് കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. പാലക്ക് എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പ്രവാസികളൊക്കെ കൂടുതലും കേൾക്കുന്നത് തന്നെയാണ്. ആലു പാലക്ക് എന്ന് പറയാം. ആലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഉരുളക്കിഴങ്ങും ഈ പാലക്ക്, നമ്മുടെ നാട്ടിലെ ചീരല്ലേ, അതിൻ്റെ ഒരു വേറൊരു മോഡലാണ് ഈ പാലക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആലു പാലക്ക് അപ്പോൾ ഈ ആലുപാലക്ക് സാധാരണ എന്തുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഈ പറയണത് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ. പക്ഷേ അതിലൊരു ചെറിയൊരു പ്രത്യേകത എനിക്കിപ്പോൾ ഇവിടെ കണ്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിചാരിച്ചത് ഈ ആലു പാലക്ക് കറീനെ കുറിച്ചിട്ടൊന്ന് പറയുന്നത്. കാരണം ഞാൻ കാലത്ത് തന്നെ ആലു പാലക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഇവിടെ തൊട്ട റൂമിലുള്ള ആൾ യു പിക്കാരാണ്, ലക്നൗ. അയാളും എന്താണ് ആലു പാലക്ക് തന്നെയാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഈ ആലു പാലക്ക് അയാൾ ഉണ്ടാക്കുന്ന സ്റ്റൈലും ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലും രണ്ട് തരത്തിൽ വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളൊന്ന് നിങ്ങളായിട്ട് ചർച്ച ചെയ്താലോ എന്നുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഒരു അഭിപ്രായം കൂടി കേൾക്കുമ്പോൾ നമുക്കതൊരു വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നൊരു മോഡൽ പെട്ടെന്ന് പറയാം. ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ ഈ ആലു പാലക്ക് ഉണ്ടാക്കുമ്പോൾ പിന്നെ രണ്ട് കാര്യത്തിൽ വിചാരിച്ചിട്ടാണ്. ഒന്ന് എളുപ്പം, പിന്നെ എണ്ണ കുറവും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാനിതെല്ലാം ചെയ്യും. എന്ത് ചെയ്യും, ഇതെല്ലാം വെട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ആലും പാലക്കും സവോളയും തക്കാളിയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ച് കൊണ്ടെടുക്കും. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മളൊന്ന് താളിച്ച് ഇതാക്കുകയാണ് ഞാൻ ചെയ്യുക. അത് എൻ്റെ സിമ്പിളായിട്ട് ഞാനത് അടുപ്പത്ത് വെക്കുകയും ചെയ്തു. പക്ഷേ അപ്പുറത്തുള്ള ലക്നൗ ആളെന്താ ചെയ്യുന്നത്, സെയിം പ്രൊഡക്റ്റൊക്കെ സെയിം തന്നെ, ആലും പാലക്കും എല്ലാം തന്നെ. അയാൾ ചെയ്യുന്നത് എന്താണ്, അയാൾ ഫ്രൈ പാനൊക്കെ അടുപ്പത്ത് വെച്ച് ആദ്യം കുറേ എണ്ണയൊക്കെ ഒഴിച്ച്, പിന്നെ തരി പോലും വെള്ളമൊഴിക്കാതെയാണ് ആളുടെ ആലു പാലക്ക്. മനസ്സിലായത്? സംഗതി ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ രണ്ട് തരത്തിലും ഉണ്ടാക്കാം എന്നുള്ളതാണ് അവ അങ്ങനെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ എൻ്റെ ആലു പാലക്കിൻ്റെ ആ ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണില്ലേ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ആലു പാലക്ക്. ഇതെങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇതിങ്ങനെ വെള്ളം വറ്റും. എന്നിട്ട് ഇതിൽ ലാസ്റ്റ് ഞാൻ ഒരു സവോള ഇട്ടിട്ട് താളിക്കുക എന്ന് പറയില്ലേ, അത് ചെയ്യും. അതാണ് ചെയ്തത്. പക്ഷെ മറ്റാളത് കാണണ്ടേ, മറ്റാൾ ഇത് കണ്ടില്ലേ, ഇത് തരി പോലും എണ്ണ ഇല്ലാതെ ഫുള്ള് ആലു പാലക്ക് ഈ ഒരു കുളത്തിൽ വരുന്നത്. അങ്ങനെ രണ്ട് തരത്തിൽ ആലു പാലക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും അഭിപ്രായം നിങ്ങൾ പറയേ. സംഗതി ഇപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റിലൊന്ന് അറിയിക്കുക ഏതാവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത്. കേരള സ്റ്റൈലാണോ ടേസ്റ്റ് ഉണ്ടാവുക, ലക്നൗ സ്റ്റൈലാണോ ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് പറയട്ട. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയുമാണ്, ഹെൽത്തി ഫുഡുമാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നിങ്ങളായിട്ടൊന്ന് അറിയിക്കുന്നത് ചോദിച്ചു. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിടുന്നതാണ്.